ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. പാലക്കിൻ്റെ ചീര വാങ്ങിച്ചു. അപ്പം പാലക്ക് കറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്, അപ്പം അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഡാൽ ഫ്രൈ അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാലക്ക് ചീര ചേർത്തുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഡാൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാവിലെ ചീനിയൊക്കെ തിളപ്പിച്ചിട്ടേക്കുന്ന ഇതിനുള്ള അല്ല കേട്ടോ, വേവിക്കാൻ വെച്ചതേ ഉള്ളൂ, പുഴുങ്ങാൻ. പിന്നെ നമ്മൾ ഡാൽ ഫ്രൈക്കുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ കടുക് വറക്കുന്നത്. ഞാൻ കടുക് വറക്കാറില്ല. ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഞാൻ ജീരകം വറുത്തെടുക്കുന്നത് കേട്ടോ. ജീരകം വറുത്ത് അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചേക്കുന്ന ഇടും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതങ്ങ് ഫ്രൈ ആവരുത്. അതിൻ്റെ ആ ഒരു പച്ച മണം അങ്ങോട്ട് മാറുന്ന സമയത്തേക്ക് ചെറുതായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും കരിയരുത്. കരിയുന്നതിന് മുമ്പ് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതിനകത്തേക്ക് നല്ല ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവാളയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളറാട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ സാധനം കൂടെ ചെല്ലുമ്പോൾ ഇച്ചിരൂടെ ഇടുമ്പം ഇച്ചിരൂടെ നല്ല സൂപ്പർ കളറായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ല എണ്ണയ്ക്കകത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ അത് വഴറ്റിയെടുക്കുക. ചീനി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇതിനിടയ്ക്കൂടെ കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് വഴറ്റി നല്ല ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി ഒന്ന് വാടിയതിന് ശേഷമാണ് ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പം ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ ഞാൻ മുളക് ഇടാൻ മറന്നുപോയെങ്കിൽ അപ്പം താമസിച്ച് പോകുമ്പോൾ നമ്മൾ മുളക് അതിനകത്തോട്ട് ഇട്ടിട്ട് അതിനടിയിലോട്ട് താഴ്ത്തി വെക്കും. പിന്നെ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം കൂടെ എത്തി നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്ന് നല്ല സൂപ്പറാണ് കാണാൻ. പിന്നെ അതിനകത്തിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി എരി ഡാൽ ഫ്രൈക്ക് വേണമെന്നില്ല. അങ്ങനെ എരി വേണമെങ്കിൽ തന്നെ നമ്മൾ ഇട്ട പച്ചമുളക് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഓൾറെഡി തക്കാളിക്കകത്തൊക്കെ വെള്ളമുണ്ട്, ഈ ചീരക്കകത്തും വെള്ളമുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം കുറുകി വേണം അതിനനുസരിച്ച് മതി വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പാലക്ക് ചീര ഇട്ട് കൊടുത്ത് അതിൻ്റെ മണ്ടക്കൂടെ ഇച്ചിരി ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാലയുടെ പൊടി ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇച്ചിരി ചീരയ്ക്ക് വേണ്ടുന്ന ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരുപോലെ നമുക്ക് നമുക്ക് അത്യാവശ്യമുള്ള ഉപ്പായിരിക്കണം. എല്ലാം കൂടി ഇടുന്നത് അത്യാവശ്യമുള്ള ഉപ്പായിരിക്കണം. എല്ലാം കൂടെ ചേർന്നൊരു കറിയായി വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പം നമ്മളത് ചേർത്ത് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുത്ത് അപ്പോഴത്തേന് പാലക്ക് ചീര ആണെങ്കിൽ അങ്ങ് അലിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി ഉണ്ടായിരിക്കും. ഞാൻ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് മുളക് ഉണ്ടോ, മുളക് ഇനി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ എരി അതിനകത്തങ്ങ് പിടിച്ചോളൂ. ഇത് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ തിന്നാൻ പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ ഈ കണ്ണുന്ന ഇത്രയും ഭാഗം വെച്ച് ഇനി നമ്മൾ ഡാൽ ഫ്രൈക്കകത്തോട്ട് ഇട്ടാണ് ഇന്നത്തെ കറിയായിട്ട് ഉണ്ടാക്കുക കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി ഒന്നുകൂടി എടുക്കാൻ വേണ്ടി ഒന്നുകൂടി നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു. ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ സവാളയൊക്കെ. അപ്പം നമ്മളിതിന് ഡാലുണ്ടല്ലോ, ഡാൽ നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടെ വഴറ്റി വെന്തതിന് ശേഷം നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അത്രയും ആ ഒരു ഇത് എടുത്ത് നമ്മുടെ ഡാലിനകത്തോട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന ഡാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് ചീനിച്ചട്ടി മാറ്റിയിട്ട് നമ്മൾ ഈ പാത്രം ഇത് കറിയാക്കാൻ വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മുടെ ഡാൽ വേവിച്ച് വെച്ച് ആ പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് നമ്മൾ ഫ്ലെയിം ഓണാക്കി കത്തിക്കുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ ജീരകം വെച്ചും പെരുജീരകം വെച്ചൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ഒക്കെ കൊള്ളാം, അതേപോലെ ചോറിനും കൊള്ളാം കേട്ടോ. അപ്പം ഫൈനലി ഈ ഒരു രീതിയിലാണ് നമുക്ക് കറിയായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ തൊട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.